ഭൂതത്താൻകെട്ട് ടൂറിസം വൻ അഴിമതിയാണെന്ന് UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം. ഭൂതത്താൻകെട്ടിലും അനുബന്ധ പ്രദേശങ്ങളായ നേര്യമംഗലത്തും കുട്ടമ്പുഴയിലും ടൂറിസം മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന പരിചയസമ്പന്നരായ പ്രാദേശിക ആളുകളെ ഒഴിവാക്കി അഴിമതി മാത്രം ലക്ഷ്യമാക്കിയാണ് MLAയും സർക്കാരും മുന്നോട്ടു പോകുന്നതെന്നും 2025 ഏപ്രിൽ വരെ പണം അടച്ചിട്ടുള്ളവരെ ബോട്ടിംഗ് നടത്തുന്നതിൽ നിന്നും കഴിഞ്ഞ 5 മാസമായി വിലക്കിയിരിക്കുകയാണെന്നും ഷിബു തെക്കുംപുറം ആരോപിച്ചു. എറണാകുളം ജില്ലയിൽ ടൂറിസം മേഖലയിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കുന്നതും ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്നതുമായ പ്രദേശമാണ് ഭൂതത്താൻകെട്ട്. ഇവിടെ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട് വൻ അഴിമതിയാണ് MLAയും ഇടതുപക്ഷ ഗവൺമെന്റും നടത്തിയിരിക്കുന്നതെന്ന് ഷിബു തെക്കുംപുറം പറഞ്ഞു. ഭൂതത്താൻകെട്ടും അനുബന്ധ പ്രദേശങ്ങളായ കുട്ടമ്പുഴ, നേര്യമംഗലം തുടങ്ങിയ ഭാഗങ്ങളും കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് 25 കോടിയോളം രൂപയ്ക്ക് ടെൻഡർ നൽകിയിരിക്കുകയാണെന്നും ഷിബു തെക്കുംപുറം പറഞ്ഞു. നമുക്കറിയാം, വലിയ സാധ്യതകൾ ഉണ്ടായിരുന്ന ആ പ്രദേശത്ത് എല്ലാ സാധ്യതകളും ഇല്ലാതാക്കിക്കൊണ്ട് അഴിമതിയും ധൂർത്തും തട്ടിപ്പും നടത്താൻ വേണ്ടി ഭൂതത്താൻകെട്ടിനെയും നമ്മുടെ നാടിനെയും ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഏർപ്പാട് കോഴിക്കോട് കേന്ദ്രമായ FSIT റീഡിഫൈൻ ഡെസ്റ്റിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് 30 വർഷത്തേക്ക് ഈ അനുബന്ധ പ്രദേശങ്ങളും ഭൂതത്താൻകെട്ടും ടെൻഡറിലൂടെ നൽകിയിരിക്കുകയാണ്. 25 കോടി 412 ലക്ഷം രൂപയ്ക്കാണ് ഈ പദ്ധതി ഈ സ്വകാര്യ കമ്പനിക്ക് തീരെഴുതിയിരിക്കുന്നത്. ഞങ്ങൾ കോഴിക്കോടുള്ള ഈ കമ്പനിയെപ്പറ്റി അന്വേഷിച്ചപ്പോൾ 1 വർഷം മുമ്പാണ് ഈ കമ്പനി രൂപീകരിച്ചത്. 1 കോടി രൂപയാണ് കമ്പനിയുടെ മൂലധനമായി കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഡയറക്ടർമാർ വളരെ പരിചയസമ്പന്നരല്ലാത്തവരും നിർമ്മാണ പ്രവർത്തനവുമായോ ടൂറിസവുമായോ ഒരു തരത്തിലും ബന്ധമില്ലാത്തവരാണ് ഇതിൻ്റെ ഡയറക്ടർമാരായിട്ട് ഈ കമ്പനിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതൊരു ബിനാമി കമ്പനിയാണ്. തട്ടിപ്പ് നടത്താൻ വേണ്ടി ഏതാണ്ട് ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഏർപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോഴിക്കോട് കേന്ദ്രമായിട്ടുള്ള ഈ കമ്പനിയെ ഭൂതത്താൻകെട്ട് ടെൻഡറിലൂടെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും രസകരമെന്ന് പറയുന്നത് 2 വർഷം കൊണ്ട് ഭൂതത്താൻകെട്ടിലെ പാർക്ക് നവീകരിക്കുക, ടോയ്ലറ്റ് സൗകര്യങ്ങൾ പൂർത്തിയാക്കുക, ഈ നിസ്സാര കാര്യങ്ങളാണ് ഈ കമ്പനിക്ക് ചെയ്യേണ്ടതുള്ളൂ. ബാക്കി 30 വർഷം ഈ കമ്പനിക്ക് നമ്മുടെ പെരിയാറിൻ്റെ ഇരുവശങ്ങളും ഭൂതത്താൻകെട്ടും ഉപയോഗിക്കാമെന്നാണ് ഈ ടെൻഡറിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഒരു കടലാസ് കമ്പനി രൂപീകരിച്ച് കരാറിലേർപ്പെട്ടത് അഴിമതി നടത്തുവാൻ വേണ്ടിയാണെന്നുള്ളത് വ്യക്തമാണെന്നും കോഴിക്കോടുള്ള കമ്പനിയാണെന്ന് തെളിഞ്ഞപ്പോൾ CPM സർക്കാരിന്റെ തട്ടിപ്പ് മറനീക്കി പുറത്തുവരികയാണെന്നും കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ആയുർവേദ റിസോർട്ട് കോൺട്രാക്റ്റിനെടുത്തിട്ടുള്ളതും കോഴിക്കോടുള്ള കമ്പനിയാണെന്നും ഷിബു തെക്കുംപുറം പറഞ്ഞു. ഭൂതത്താൻകെട്ടിൽ CPM നടത്തിയ സമരം ഒരു പ്രഹസനമാണ്. CPM സമരം നടത്തേണ്ടിയിരുന്നത് പിണറായിയുടെയും MLAയുടെയും വീട്ടുപടിക്കലാണ്. ഭൂതത്താൻകെട്ട് ടൂറിസം മേഖലയിൽ സർക്കാർ നടത്തിയ ഈ അഴിമതി കരാർ ഉടൻ തന്നെ റദ്ദ് ചെയ്യണം. ടൂറിസം വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ നടപ്പിലാക്കണം. അല്ലാത്തപക്ഷം വൻ ജനകീയ പ്രക്ഷോഭത്തിന് കേരള കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും നേതൃത്വം നൽകും. പത്രസമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം, നിയോജകമണ്ഡലം പ്രസിഡന്റ് പൗലോസ് AT, സംസ്ഥാന സെക്രട്ടറിമാരായ ജോമി തെക്കേക്കര, CK സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.